ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ബേസിക് സയൻസിലെ ഇമ്പോർട്ടൻറ്റ് ചോദ്യോത്തരങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ റോൾ ഓഫ് മോളിക്യൂൾസ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ബൈ കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ? കണ്ടക്ഷനിലും കൺവെക്ഷനിലും ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അതിൽ മോളിക്യൂൾസിൻ്റെ റോൾ എന്താണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഡസ് ദ ഏജ് ഫ്രം ദ സൺ റീച്ച് ദ എർത്ത് ബൈ കണ്ടക്ഷൻ ഓർ കൺവെക്ഷൻ? ഹൗ ഡസ് ദ ഹീറ്റ് ഫ്രം ദ സൺ റീച്ച് ദ അപ്പോൾ ഈ റേസ് സണ്ണിൽ നിന്ന് ഫ്രം ദ സൺ റീച്ച് ദ എർത്ത്, അത് എർത്തിലേക്ക് വരുന്ന കണ്ടക്ഷനാണോ കൺവെൻഷനാണോ? എങ്ങനെയാണ് എർത്തിലേക്ക് ഈ സണ്ണിൽ നിന്നുള്ള ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? അപ്പോൾ മോളിക്യൂൾസിൻ്റെ പങ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദർ ഈസ് നോ മീഡിയം ബിറ്റ്വീൻ ദ എർത്ത് ആൻഡ് ദ സൺ, ദെർഫോർ ഹീറ്റ് കനോട്ട് ബി ട്രാൻസ്മിറ്റഡ് ബൈ കണ്ടക്ഷൻ ഓർ കൺവെൻഷൻ. ഹീറ്റ് കണ്ടക്ഷൻ വഴിയോ കൺവെക്ഷൻ വഴിയോ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ദർ ഈസ് നോ മീഡിയം. അപ്പോൾ എങ്ങനെയാണ് സണ്ണിൽ നിന്നുള്ള സൂര്യനിൽ നിന്നുള്ള രശ്മികൾ ഭൂമിയിലെത്തുന്നത്? ബൈ റേഡിയേഷനാണ്. ഇനി വാട്ട് ആർ ദ മെയിൻ കമ്പോണൻസ് ഓഫ് ബ്ലഡ്? ബ്ലഡിലെ മെയിൻ കമ്പോണൻസ് പഠിച്ചു വെക്കുക. പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ്, റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ്. ഇത് 4 ബ്ലഡിലുള്ളത്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് പ്ലാസ്മ ഇൻ ബ്ലഡ്? അതിൽ പ്ലാസ്മയുടെ ക്യാരക്ടറിസ്റ്റിക് എന്താണെന്നാണ്. ഇറ്റ് ഈസ് എ ലിക്വിഡ് പാർട്ട് ഓഫ് ബ്ലഡ്. ബ്ലഡിലെ ലിക്വിഡ് പാർട്ടാണ്. പെയിൽ യെല്ലോ ഇൻ കളറാണ്. ക്യാരീസ് ഗ്ലൂക്കോസ് ടു ദ സെല്ല്. ഗ്ലൂക്കോസ് സെല്ലിലേക്ക് ക്യാരി ചെയ്യുന്ന ആരാണ്? പ്ലാസ്മയാണ്. അപ്പം ബ്ലഡിലുള്ള കോമ്പോണൻസ് പഠിച്ചു വെക്കുക. പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ്സ്, RBC, WBC. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഫസ്റ്റ് എയ്ഡ് ക്യാൻ ബി ഗിവൺ ടു എ പേഴ്സൺ ഹു ഈസ് എൻജോയ്ഡ്? ഒരാൾ എൻജോയ് ചെയ്താൽ, മുറിവേറ്റാൽ എന്താ നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാമെന്ന്? ക്ലീൻ ദ വൂണ്ട് വിത്ത് ഫ്രഷ് വാട്ടർ. ഫ്രഷ് വാട്ടർ കൊണ്ട് മുറിവ് കഴുകുക. പ്രസ് ദ വൂണ്ട് വിത്ത് യുവർ ഹാൻഡ്. If the wound is on the hand, hold it up. If bleeding doesn't stop, wrap the wound with a clean cloth or bandage. Get medical help quickly. അപ്പോൾ നമ്മൾ ഫ്രഷ് വാട്ടർ കൊണ്ട് കഴുകുക, വൂണ്ട് കൈകൊണ്ട് പ്രസ് ചെയ്ത് നോക്കുക. പിന്നെ അതേപോലെ തന്നെ ബ്ലീഡിങ് നിൽക്കുന്നില്ലെങ്കിൽ നമ്മൾ ഒരു ക്ലീൻ ക്ലോത്ത് കൊണ്ടോ ബാൻഡേജ് കൊണ്ടോ കെട്ടുക. കൂടുതലാണെങ്കിൽ നമ്മൾ മെഡിക്കൽ ഹെൽപ്പ് വേഗം എടുക്കുക. വിച്ച് കമ്പോണൻറ്റ് ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്ലോട്ടിങ്? ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്? പ്ലേറ്റ്ലെറ്റ് ആണ്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് RBC? റെഡ് ബ്ലഡ് സെല്ലിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഡിസ്ക് ഷേപ്ഡ് ആണ്, നോൺ ന്യൂക്ലിയേറ്റഡ് ആണ്, കണ്ടെയ്ൻ ഹീമോഗ്ലോബിൻ. അപ്പോൾ ഹീമോഗ്ലോബിൻ കണ്ടെയ്ൻ ചെയ്യുന്ന ബ്ലഡ് സെൽ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ് ബ്ലഡ് സെല്ലാണ് എഴുതേണ്ടത്. അതേപോലെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ പ്ലേറ്റ്ലെറ്റ് ആണ്. റെഡ് ബ്ലഡ് സെല്ലിനാണ് ഹീമോഗ്ലോബിൻ ഉള്ളത്. ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ബ്ലഡിന് ചുവന്ന നിറം നൽകുന്ന ട്രാൻസ്പോർട്ട് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. വാട്ട് ആർ ദ തിങ്സ് വി ഷുഡ് ടേക്ക് കെയർ ഓഫ് ടു മെയിൻറ്റെയിൻ ദ ഹെൽത്തി ഹാർട്ട്? ഒരു നല്ല ആരോഗ്യമുള്ള ഹൃദയം വേണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? അവോയ്ഡ് റെഗുലർ ഇൻടേക്ക് ഓഫ് ഫാറ്റി ഫുഡ്. ഫാറ്റ് നിറഞ്ഞ ഫുഡ് നമ്മൾ നിത്യവും കഴിക്കുന്നത് ഒഴിവാക്കുക. അവോയ്ഡ് സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് ലിക്വർ. മദ്യം കഴിക്കുന്നതൊക്കെ നമ്മൾ ഒഴിവാക്കുക. പിന്നെ പുക വലിക്കുന്നത് ഒഴിവാക്കുക. എക്സസൈസ് റെഗുലർലി, ദിവസവും എക്സസൈസ് ചെയ്യുക. ഫോളോ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ജീവിതശൈലി പിന്തുടരുക. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവർ 2 തെർമോമീറ്റർ നിങ്ങൾ കണ്ടല്ലോ. ഐഡൻറ്റിഫൈ ദ ഡിവൈസസ് ആൻഡ് റൈറ്റ് ദെയർ നെയിംസ്. ഇത് രണ്ടും 2 തരത്തിലുള്ള തെർമോമീറ്ററാണ്. ഒന്ന് എന്താണ്? ക്ലിനിക്കൽ തെർമോമീറ്ററും ഒന്ന് ലബോറട്ടറി തെർമോമീറ്ററുമാണ്. വിച്ച് പ്രിൻസിപ്പിൾ ഈസ് യൂസ്ഡ് ഇൻ ദീസ് ഡിവൈസ്? ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? ദ തെർമൽ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ലിക്വിഡ്സ്. എന്താണ് ദ തെർമൽ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ലിക്വിഡ്സ്? വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഡിവൈസ്? ഇതെന്തിനാണ്? ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ. പനി വരുമ്പോഴാണ് നമ്മൾ ഈ തെർമോമീറ്റർ കാണുന്നതല്ലേ, ടു മെഷർ ടെമ്പറേച്ചർ. ഓക്കെ. ഇനി അടുത്ത, വാട്ട് ഈസ് ദ റോൾ ഓഫ് മോളിക്യൂൾസ് ഇൻ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ബൈ കണ്ടക്ഷൻ ഓർ കൺവെൻഷൻ? അപ്പോൾ റോൾ എന്താണ്? ഇൻ കൺവെൻഷൻ ദ മോളിക്യൂൾ സെർവ് ആസ് എ മീഡിയം. ഒരു മീഡിയം ആയിട്ടാണ് അത് മോളിക്യൂൾസ് ചെയ്യുന്നത്. വിച്ച് ആർ സിറ്റുവേഷൻസ് യു ആർ നോട്ടീസ്ഡ് ഇൻ ഡെയിലി ലൈഫ് റിലേറ്റഡ് ടു തെർമൽ എക്സ്പാൻഷൻ ഓഫ് സോളിഡ്? അപ്പോൾ നമ്മൾ തെർമൽ എക്സ്പാൻഷനെ കുറിച്ച് പഠിച്ചല്ലോ. അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ the electric wires in electric posts is sagged in summer. File pen cap is removed by heating gently. The light lid of steel tiffin box is opened gently heating. ഇനി നമുക്ക് അടുത്ത ഗുഡ് കണ്ടക്ടേഴ്സിനെയും പുവർ കണ്ടക്ടേഴ്സിനെയും കുറിച്ച് പഠിക്കും. സബ്സ്റ്റൻസ് വിച്ച് അലൗ ഹീറ്റ് ടു പാസ് ത്രൂ ദം വെൽ ബൈ കണ്ടക്ഷൻ ആർ കോൾഡ് ഗുഡ് കണ്ടക്ടേഴ്സ്.
ഹീറ്റിനെ പാസ് ചെയ്യാൻ അനുവദിക്കുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയും. ദോസ് സബ്സ്റ്റൻസ് വിച്ച് ഡു നോട്ട് അലൗ ഹീറ്റ് ടു പാസ് ത്രൂ ദം ആർ കോൾഡ് പുവർ കണ്ടക്ടർ. പുവർ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീറ്റിനെ പാസ് ചെയ്യാൻ അനുവദിക്കില്ല. അതിന് ഉദാഹരണമാണ് ഗുഡ് കണ്ടക്ടേഴ്സിന് ഉദാഹരണമാണ് കോപ്പർ, അലൂമിനിയം, അയൺ, സ്റ്റീൽ. പുവർ കണ്ടക്ടേഴ്സിന് ഉദാഹരണമാണ് പേപ്പർ, പീസ് ഓഫ് വുഡ്, റിബ് ഓഫ് കോക്കനട്ട് ലീഫ്, പ്ലാസ്റ്റിക്. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഫോർ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഓഫ് 20 ഡിഗ്രി? 20 ഡിഗ്രി ആയിരിക്കും. അതായത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ആംഗിൾ ഓഫ് ഇൻസിഡൻസും എപ്പോഴും ഈക്വൽ ആയിരിക്കും. റൈറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റെഗുലർ റിഫ്ലക്ഷൻ ആൻഡ് ഇറഗുലർ റിഫ്ലക്ഷൻ. റെഗുലർ റിഫ്ലക്ഷനും ഇറഗുലർ റിഫ്ലക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എഴുതാനാണ്. ലൈറ്റ് ഫാളിംഗ് ഓൺ സ്മൂത്ത് സർഫസ് റിഫ്ലക്സ് വിത്ത് റെഗുലാരിറ്റി. ദിസ് ഈസ് റെഗുലർ റിഫ്ലക്ഷൻ. When light falls on rough surface gets scattered in different direction. This is irregular reflection or scattered reflection. അപ്പോൾ സ്മൂത്ത് സർഫസിൽ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ അത് റെഗുലാരിറ്റി ഉണ്ടാവും റിഫ്ലക്റ്റ് ചെയ്യുന്നതിൽ. അതേസമയം റഫ് സർഫസിലാണെന്ന് വെച്ചാൽ അതിങ്ങനെ സ്കാറ്റർ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിന്നിച്ചിതറിയിട്ടാണ് ഡിഫറെൻറ്റ് ഡയറക്ഷനിലാണ് കാണുക. അതാണ് ഇറഗുലർ റിഫ്ലക്ഷൻ. ഇനി അടുത്തത്, വാട്ട് ഈസ് മെൻറ്റ് ബൈ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്? ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് റിഫ്ലക്ഷൻ ഇൻ ദ ഫോളോയിങ്. വി ഗെറ്റ് ലൈറ്റ് ഇൻസൈഡ് ദ ഹോം ഡ്യൂറിങ് ഡേ ടൈം, ഫോർമേഷൻ ഓഫ് ഇമേജ് ആൻഡ് ഇമർ. അപ്പോൾ എന്താണ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്? ഈ രണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ദ റിട്ടേണിങ് ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് സ്ട്രൈക്സ് ഓൺ ആൻ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. അതായത് ലൈറ്റ് റിട്ടേൺ ചെയ്യുക, ഒരു സ്ഥലത്ത് ഒരു ഒബ്ജക്റ്റിൽ തട്ടി തിരിച്ചു പോകുന്നതിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം വി ഗെറ്റ് ലൈറ്റ് ഇൻസൈഡ് ദ ഹോം ഡ്യൂറിങ് ഡേ ടൈം. അപ്പം നമ്മൾ പകൽ സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ലൈറ്റ് കിട്ടുന്നുണ്ട്. അതെന്താണ്? സ്കാറ്റേർഡ് റിഫ്ലക്ഷൻ കൊണ്ടാണ് അത് കിട്ടുന്നത്. ഇനി ഫോർമേഷൻ ഓഫ് ഇമേജ് ഇൻ എ മിറർ. മിററിലൊരു ഇമേജ് കിട്ടുന്നുണ്ട്. അതെന്താണ്? റെഗുലർ റിഫ്ലക്ഷനാണ്. ഇനി സ്റ്റേജ് ലോ ഓഫ് റിഫ്ലക്ഷൻ. ഈ ലോ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ ഈക്വൽ. ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ 20 ഡിഗ്രി വെച്ചാൽ അത് റിഫ്ലക്ഷനും 20 ഡിഗ്രി, അത് ഈക്വൽ ആയിരിക്കും. അതിനെയാണ് നമ്മൾ ലോ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഡസ് ദ ഹീറ്റ് ഫ്രം ദ സൺ റീച്ച് ദ എർത്ത് ബൈ കണ്ടക്ഷൻ ഓർ കൺവെക്ഷൻ? ഇത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. താങ്ക്